സ്ത്രീക്ക് നേരെ ലൈംഗികമായിട്ടുള്ള ആംഗ്യം കാണിച്ചു എന്നാണ്. അവരെ ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അവരൊക്കെ സത്യം മനസ്സിലാക്കിയാലും ആ സത്യത്തെ എന്നും ഒളിപ്പിച്ചു വെക്കാൻ, അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചതുപോലെ തന്നെ എന്നും സത്യത്തെ ഒളിപ്പിച്ചു വെച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അവർ നമ്മുടെയൊക്കെ കാര്യത്തിലും അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് ഒരു വിജയം അതിൽ കാണാൻ കഴിഞ്ഞില്ലോ എന്നുള്ള ഒരു പ്രയാസത്തിലാണ്, അദ്ദേഹത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള പ്രയാസത്തിലാണ്. അതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്നതാണ്. ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട്, ഞാൻ ആരോടാണോ എന്ന് പറയേണ്ടത്, ഞാനാണതിൽ കേട്ടു നിന്ന ഒരാളെന്നുള്ള നിലയിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് അത് പറഞ്ഞിരുന്നു. അതിനപ്പുറം ഞാനതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന് എവിടെയും വിചാരിച്ചിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. മറ്റൊരാള് നിയന്ത്രിക്കുന്ന ഒരു പുരുഷനാണെന്ന് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല സമൂഹത്തിൽ. ഇനി നന്നായി സംസാരിക്കുന്ന ഒരു പുരുഷനെ കണ്ടാൽ അവനൊരു ധിക്കാരി ആണ്, അല്ലെങ്കിൽ ഒരു ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്ന ആളാണെന്ന് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. നമ്മുടെ നിലപാടുകൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു പേരങ്ങ് മാറി. അതിൽ പിന്നെ അടുത്ത പേരെന്ന് പറഞ്ഞ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. LKG കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അതൊക്കെ കൃത്യസമയത്ത് മറുപടി കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതാ ഞാൻ പറഞ്ഞു, എപ്പോഴോ ഒരു ഘട്ടത്തിൽ അത് മറുപടി കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു ആരോപണം രണ്ടും ഒരേ ദിവസം നടന്ന കാര്യമാണോ? എനിക്ക് അമ്മയുടെ പേരും അമ്മയുടെ സ്ഥലവും വീടും ഒക്കെ എനിക്കിപ്പോഴും അറിയാം. നമസ്കാരം. ന്യൂസ് അറ്റ് ന്യൂസിന്റെ ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മുടെ അതിഥി ആര്യ രാജേന്ദ്രനാണ്. സ്വാഗതം ടോക്ക് ഷോയിലേക്ക്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയൊക്കെ തിരക്കിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഒരു അനുഭവ ജീവിതം, ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു മേയർ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവാൻ ഇടയില്ല. ഈ മേയറുടെ ആലഭാരങ്ങളൊക്കെ അഴിച്ചു വെച്ചൊരവസ്ഥയാണല്ലോ പ്രചരണകാലല്ലേ. ഇപ്പം എന്താണ് ഈ മേയർ കാലത്തിൻ്റെ ഒടുക്കം തോന്നുന്നത്? വലിയ സന്തോഷമുള്ള ഒരു 5 വർഷമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റി എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി കാണുന്നു. തീർച്ചയായിട്ടും ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനകരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഓർക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ബൈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കോർപ്പറേഷന്റെ ഭരണം കൂടിയാണ് തിരുവനന്തപുരത്തെ ഭരണം എന്ന് പറയുന്നത്. അതിൽ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൂർണ്ണമായി ഞാൻ സന്തുഷ്ടയാണ്. മുടവൻമുകളിൽ നിന്ന് മേയറായി വരുന്നു. പ്രായത്തിന്റെ പ്രത്യേകത ആ ഒരു പോയിന്റിൽ നിന്ന് വലിയ ശ്രദ്ധ നേടുന്നതിന്റെ സ്റ്റാർട്ടിങ് ഒരു പക്ഷേ മോഹൻലാലിന്റെ ഒരു ഫോൺ കോളിൽ നിന്നാണ്. പ്രതീക്ഷ നിലനിർത്താനായി എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹവും ഞാൻ ഉൾപ്പെടെ വരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മുടവൻമുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഞങ്ങൾ ഒരേ റോഡിൽ തന്നെയാണ് താമസിക്കുന്നത്. ഏതാണ്ട് ഒരു 100 മീറ്റർ തന്നെ വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കേശവദേവ് റോഡ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. കവി P. കേശവദേവിന്റെ പേരിലുള്ള നാമധേയത്തിലുള്ള റോഡാണത്. അപ്പോൾ അവിടെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത്, ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ട സമയത്ത് ഒരു പോസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ, ഈ ചെറുപ്പത്തിലൊക്കെ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയി വരുന്ന വഴിയിൽ നമ്മുടെ കൂടെ പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴി പോകുമ്പോൾ ഇതാണ് ലാലേട്ടൻ്റെ വീട് എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പൊതുവെ പോവുക. ആര് വീട് ചോദിച്ചാലും അവിടെയാണെന്നാണ് പറയുക പൊതുവെ. അപ്പോൾ അതൊരു അനുഭവമായിരുന്നു. പിന്നെ അവിടുത്തെ തന്നെ ജനപ്രതിനിധിയായി മാറുക. മുടവൻമുകളിൽ ഒരുപാട് ചരിത്രമുണ്ട്. AKGയുടെ മിച്ചഭൂമി സമരം ഉൾപ്പെടെ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് മുടവൻമുകൾ. അപ്പോൾ ആ ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരിടത്ത് നിന്ന് തിരഞ്ഞെടുത്ത് ജയിച്ചു വരിക, ജയിച്ചതിന് ശേഷം മേയറാകുക, ചരിത്രമുള്ള ഒരു മണ്ണിൽ തന്നെ ഒരു മേയറായി നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തോടു കൂടി ഞാൻ കാണുന്നു. അദ്ദേഹം ലാലേട്ടൻ അന്ന് പറഞ്ഞിരുന്ന കാര്യം, നമ്മുടെയൊക്കെ നഗരമാണ് തിരുവനന്തപുരം, അതിനെ എപ്പോഴും മുന്നോട്ട് നയിക്കാൻ, അതിനെ അഭിമാനത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അദ്ദേഹം ആശംസകൾ തന്നത്. നഗരസഭയുടെ വളർച്ച എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ ആ വാക്കിലൊരു നീതി പുലർത്താൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, നമുക്ക് പൊതു മധ്യത്തിലിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു 21 വയസ്സ് പ്രായം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സിനിമാ കഥ ഫുൾ ഓർത്തു വെക്കാൻ പോലും കപ്പാസിറ്റി നേടിയിരുന്നൊരു കാലമാണ് നമ്മുടെയൊക്കെ ഒരു തലമുറയുടെ. അവിടെ വന്ന ആദ്യഘട്ടത്തിൽ അതുവരെ കണ്ട കാഴ്ചപ്പാട് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടിരുന്നോ ആദ്യഘട്ടങ്ങളിൽ? അല്ല, ഞാൻ പൊതുവെ സംഘടനാ പ്രവർത്തനം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ ആൾ ആയതുകൊണ്ട് തന്നെ കളിയും ചിരിയും ഒക്കെ ഒരു പ്രായത്തിൽ നമ്മളോടൊപ്പം ഉള്ളതുപോലെ തന്നെ ഒരു സൈഡിൽ ഈ സംഘടന ഉത്തരവാദിത്തം ചെയ്യുക, കുറച്ച് ഗൗരവത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക, അതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ ഒരു പരമാവധി നമുക്ക് എന്താണ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് സ്വയം ഒരുപാട് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഭയപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ, അത് ഏൽപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ജനങ്ങളായിരുന്നാലും
എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ നീതി പുലർത്തണം, അതിലൊരു ഒരു എന്താണ് ഒരു വളരെ പോസിറ്റീവായി തന്നെ അതിലെ കാര്യങ്ങൾ കാണണം എന്നാണ് വിചാരിച്ചിരുന്നത്. ആദ്യമൊക്കെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ പലരോടും ചോദിച്ചു മനസ്സിലാക്കി, അനുഭവങ്ങളുള്ള പലരോടും ചോദിച്ചു മനസ്സിലാക്കി. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ഭരണം നടത്തുക. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെ സീനിയർ ആയിട്ടുള്ള കൗൺസിലർമാരുണ്ട്, മുൻ മേയർമാരുണ്ട്. അവരോടൊക്കെ ഇപ്പോൾ പ്രശാന്ത് MLA ഉൾപ്പെടെയുള്ള ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഭരണത്തിന് ഇപ്പോൾ കൗൺസിൽ കൂടുക എന്നൊക്കെ പറയുന്ന ഒരു ക്രമീകരണം ഉണ്ടല്ലോ. അതിനൊക്കെ നമ്മളൊരു കൗൺസിലിലേക്ക് പോയി പെട്ടെന്ന് നമുക്ക് തോന്നുന്ന പോലെ പറയാന്നുണ്ടല്ല, അതിനൊക്കെ ഒരു ക്രമീകരണമുണ്ട്. അതൊക്കെ പിന്നെ യൂട്യൂബ്, ഇന്നിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഒരു ഇതിലേക്ക് പോയിട്ടാണ് പല കാര്യങ്ങളും ആദ്യമൊക്കെ ചെയ്തിരുന്നത്. സാധാരണ ഒരാൾ എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് ചിലപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു പുതിയ പഠനം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നടത്തുന്നത് പോലെ ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു സമയം നമുക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഞാൻ പൊതുവെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഇനിഷ്യൽ ടൈമിൽ ഒരുപാട് ടൈം ഇട്ടതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് പിന്നെ കിട്ടി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുക, ഒരു ഡിസിഷൻ മേക്കിങ്ങും പ്രധാനമാണല്ലോ. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നിന്നിട്ടായിരിക്കും തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്, പ്രത്യേകിച്ച് ഒരു മേയറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പം അതിലെപ്പോഴും ഞാൻ എടുത്ത തീരുമാനങ്ങളിലായിരുന്നാലും ആലോചിച്ച് എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതിലെല്ലാം ഞാൻ പൂർണ്ണമായി സംതൃപ്തയാണ്. നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കൊരു പൗരന്റെ ഒരു എന്താ പറയുക, ഒരു 21 വയസ്സ് അതൊക്കെ നമുക്കറിയാം. അതിനപ്പുറത്ത് നമ്മൾ മുതിർന്ന ആളുകൾ നമ്മൾ വേറെ തരത്തിലൊരു ബഹുമാനത്തോടെ കാണുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പെരുമാറുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഈ കൗൺസിലൊക്കെ നമ്മൾ തർക്കം, നിയമസഭയായാലും സഭകളിലൊക്കെ രാഷ്ട്രീയമായ തർക്കങ്ങളിൽ പ്രായ വ്യത്യാസം ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ. പക്ഷെ വ്യക്തിപരമായി ഇപ്പോൾ കൗൺസിലിൽ തർക്കിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ആര്യയുടെ പെരുമാറ്റം, ആ കമാൻഡിങ്, ആ ലെവലിൽ നമ്മൾ നോക്കുന്ന ഘട്ടത്തിൽ മറ്റുള്ളവരൊക്കെ ഒരുപാട് മുതിർന്ന ആളുകളാണ്. അത് ഏതെങ്കിലും വിധത്തിൽ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ ചിലർ സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയ വ്യത്യാസമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഞാനതിൽ വലിയൊരു ഗൗരവം ഞാൻ കൊടുത്തിരുന്നില്ല. കാരണം ഈ പ്രായത്തിനപ്പുറം ആ പദവിക്കൊരു വലിയ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ആ പദവിയിലിരുന്നു കൊണ്ടാണ് ആര്യായിരുന്നാലും അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിലും അതിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ആ പദവിക്ക് കൊടുക്കേണ്ട ബഹുമാനം നാളെ ഞാൻ മാറി മറ്റൊരാളാണ്, ഈ പ്രായത്തിലുള്ള ആൾ വന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊടുക്കണം. ആ പദവിക്കുള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം. അപ്പൊ അത് മാത്രമേ എൻ്റെ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തുടക്കത്തിലൊക്കെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിലും ആദ്യമൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു, പ്രായം കുറഞ്ഞവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആ കാഴ്ചപ്പാടുകൾ പൊതുവേ നമ്മൾ മാറ്റിയെടുത്തു. ഞാൻ മാത്രമല്ല, ജൂനിയർ ആയിരുന്ന അല്ലെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ ജനപ്രതിനിധികളായി വന്നവരെല്ലാം പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ള കാഴ്ചപ്പാടുകളെ വലിയ മാറ്റം ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വലിയ നെട്ടോട്ടം ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ആ വാർത്തയുടെ തുടക്കത്തിലെങ്കിലും മുൻപ്, അതായത് ഇപ്പൊ ഞാൻ മാത്രമല്ല, അന്ന് പ്രായം കുറഞ്ഞ മേയറായി ഞാൻ വരുമ്പോൾ നമ്മുടെ അരുവാപ്പുലത്തെ രേഷ്മ, കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ ശാരദി, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു മാതൃകയിൽ, അല്ലെങ്കിൽ അന്ന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചൊരു മാതൃകയിൽ പുതിയ തലമുറയിലുള്ള ആളുകളെയും തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പല കാഴ്ചപ്പാടുകളിലും ഉണ്ടായ മാറ്റമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നത്തെ ഈ ഇടപെടലിൽ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമായി ഓർമ്മയുണ്ടോ? ആരെങ്കിലും അനുഭവങ്ങൾ എടുത്തു പറയാനുള്ള ഒരു ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? കൗൺസിലില് ഒരു ആദ്യത്തെ സമയത്ത് ഈ പ്രായം പറഞ്ഞുകൊണ്ടുള്ള തർക്കം പൊതുവെ ഉണ്ടായിരുന്നു. ഈ കൗൺസിലർമാര് കൗൺസിൽ കഴിഞ്ഞു പോയാൽ ചില രാഷ്ട്രീയത്തിനപ്പുറം മറ്റു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവര് LKG കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അതൊക്കെ കൃത്യസമയത്ത് മറുപടി കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതാ ഞാൻ പറഞ്ഞു, എപ്പോഴോ ഒരു ഘട്ടത്തിൽ അത് മറുപടി കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെയൊക്കെ കുട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു കളിയാക്കലായി തോന്നിയില്ലെങ്കിലും അത് ബോധപൂർവ്വം, നിങ്ങൾക്ക് നമ്മള് ലാലേട്ടന്റെ തന്നെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾ കുട്ടിയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഭരണ നിർവഹണത്തിൽ പരമാവധി ഞാൻ അത്തരം അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയാസമായി കാണുകയോ അല്ലെങ്കിൽ അതൊരു വിഷമമായി കണ്ട് നാളെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കുകയൊന്നുമല്ല. നമ്മൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുക, ഘട്ടം ഘട്ടമായി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ മാറ്റി എന്നുള്ളതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആര്യ നേരിട്ടത് 2 പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, 2 സാധ്യതകളാണ്.
ഒന്ന് പ്രായത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചത്, രണ്ടാമത്തേത് സ്ത്രീ എന്നുള്ള ഒരു കാര്യം. ഇത് രണ്ടും നമ്മളെ സമൂഹത്തിൽ ഇരട്ടി അധ്വാനം ആവശ്യമുള്ളതാണ് റിസൾട്ട് കിട്ടാൻ. സാധാരണ നമ്മൾ പറയുമല്ലോ, ഒരു സ്ത്രീക്ക് ഒരു ഘട്ടത്തിൽ എത്തണമെങ്കിൽ സാധാരണ ഒരു പുരുഷൻ അധ്വാനിക്കുന്നതിൻ്റെ ഇരട്ടി അധ്വാനിക്കണം. അതേപോലെയാണ് പ്രായത്തിൻ്റെ കാര്യം. നമ്മൾ എത്ര പറഞ്ഞാലും അവളെ ആദ്യം നമ്മളൊരു കാറ്റഗറിയിൽ അങ്ങ് പെടുത്തി കളയും. ആ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു നിമിഷം, ആ ഒരു സംഘർഷകാലം അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കണ്ട. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മേയറായിട്ട് വരുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നല്ലോ. അപ്പോൾ ചിലർ ഭയങ്കര അഭിമാനത്തോടു കൂടി അതിനെ കണ്ടു, ആശംസകൾ അറിയിച്ചു. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളും ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പ്രധാനമായി ഉയർന്നു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മറ്റാരോ നിയന്ത്രിക്കുന്ന ഒരാളാണ്. അത് പൊതുവെ സ്ത്രീകളെ പറ്റി, സ്ത്രീകൾ ഒരു അധികാര സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കറായി സ്ത്രീകൾ വരുമ്പോൾ പൊതുവെ പറയാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് മറ്റാരോ നിയന്ത്രിക്കുന്ന, എന്നാൽ എന്താ പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ അങ്ങനെയൊക്കെ കുറെ വാക്കുകൾ ആ സമയത്താണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ എപ്പോഴോ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അത് ഞാൻ ആദ്യം വരുന്ന സമയത്ത് അത് കേട്ടു. ഞാൻ ഈ പറഞ്ഞതുപോലെ കൗൺസിലിലും മറ്റ് ഭരണകാര്യത്തിലുമൊക്കെ നമ്മുടെ നിലപാടുകൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു പേരങ്ങ് മാറി. അതിൽ പിന്നെ അടുത്ത പേരെന്ന് പറഞ്ഞാൽ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. ഞാനെപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, സ്ത്രീകൾ കുറച്ച്, ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ റെസ്പോൺസുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് തന്നെ പല രീതിയിലാണ്. ചിലർ ഷാർപ്പായി ചില കാര്യങ്ങൾ പറയും, ചിലർ പറയാൻ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് പറയാനൊരു മടിയുണ്ടാകും. പല രീതിയിലാണ് ഒരാൾ പ്രതികരിക്കുക. അപ്പൊ പ്രതികരിക്കാൻ കുറച്ച് പുറകിലോട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാലാണ് ഇത് മറ്റാരോ നിയന്ത്രിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു കമന്റ് വരിക. പക്ഷെ ഒരു ഉറച്ച നിലപാട് പറയുന്ന സ്ത്രീയെ ധിക്കാരി എന്ന് വിളിക്കുന്ന സാഹചര്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു പുരുഷന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടില്ല. ഒരു പാവം ഒരാള് അധികം വർത്താനം പറയാത്ത, സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ എവിടെയും പറഞ്ഞിട്ടില്ല മറ്റൊരാള് നിയന്ത്രിക്കുന്ന ഒരു പുരുഷനാണെന്ന് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല സമൂഹത്തിൽ. ഇനി നന്നായി സംസാരിക്കുന്ന ഒരു പുരുഷനെ കണ്ടാൽ അവനൊരു ധിക്കാരി ആണ്, അല്ലെങ്കിൽ ഒരു ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്ന ആളാണെന്ന് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. പൊതുവെ കേൾക്കാറില്ല അങ്ങനെ. അത് സ്ത്രീകളായതുകൊണ്ട് പൊതുവെ ഞങ്ങൾക്ക് ചാർത്തപ്പെടുന്ന ഒരു അനുഭവമാണ്. ഒരു കൗൺസിലിൽ തന്നെ എനിക്കൊരു അനുഭവമുണ്ട്. എന്നെ നോക്കി ധിക്കാരി എന്നൊരു കൗൺസിലർ വിളിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെയർപേഴ്സൺ, അവര് പിന്നെ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ഈ പ്രായത്തിന്റെ ഒരു അഗ്രസീവായി നമ്മൾ കാര്യങ്ങൾ ഇടപെടുന്ന പോലെ ഇടപെടണമെന്നില്ല. ഓരോ മനുഷ്യർക്ക് വരുന്ന വ്യത്യാസമാണല്ലോ. അവരെ നോക്കിയിട്ട് പറഞ്ഞു അവരെ ആരോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് സ്ത്രീകളെ, രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള സ്ത്രീകളെ രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ ഭാഗമായി ഒക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ട് സമൂഹത്തിൽ, ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അവിടെയാണ് സ്ത്രീകൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരേണ്ടതും നമ്മൾ അങ്ങനെയുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും എന്ന് സ്വയം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതേസമയം തന്നെ ആ സമയങ്ങളിൽ വലിയൊരു പദവിയിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾക്ക് അപ്പുറത്ത് ഒരുപക്ഷെ വലിയ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. നമ്മുടെ അനുഭവത്തിലൂടെ കടന്നു പോകും. വലിയ രഹസ്യങ്ങൾ നമ്മൾ അറിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു ചാനൽ ചർച്ചയിൽ ആര്യ ഒരു വലിയ മനസ്സിൽ കൊണ്ടു നടന്നൊരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ രാഷ്ട്രീയമായി അന്ന് നന്നായി വേറൊരു തരത്തിലുള്ള ആളാണ്, നന്നായി ഉപയോഗിക്കുന്ന, നന്നായി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നല്ലോണം ഉപയോഗിക്കുന്ന ഒരു അനുഭവമാണത്. പിന്നീട് അത് വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവമായിട്ട് മറ്റൊരു ഘട്ടത്തിലാണ് ആര്യ പറയുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് മുഖ്യമാണ്. അന്ന് അത് ആര്യ കാണിച്ചു എന്നാണ് ആ പിന്നീടുള്ള ചാനൽ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ ഒരു തീരുമാനം എടുക്കുന്നതാണോ, അത് സ്വാഭാവികമായിട്ട് നമ്മൾ അതങ്ങനെയാണ് എന്ന് മനസ്സിലുണ്ടാവും? അല്ല, ഞാൻ ഈ മരണം, ഇതിപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മരണത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു അന്ന് പൊതുവേ ഇതിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണമാണല്ലോ അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ വിശദാംശങ്ങൾ പലയിടത്തും പറഞ്ഞതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിലും, നമ്മൾ പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയപരമായി അദ്ദേഹം പോലും പല ഘട്ടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഉറച്ച നിലപാടുകൾ കൗൺസിലിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി കൗൺസിലിലേക്ക് കടന്നു വരുന്നവർ അവർ പൊതുവെ ഒരു കൂട്ടായ തീരുമാനമെടുത്തായിരിക്കും വരും, ആര് സംസാരിക്കണം, അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്ന് തകർന്നു പോകുന്നത്, എത്ര രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒരു മാനുഷികമായി നമ്മൾ അതിനെ നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്നൊരു പ്രയാസമായി തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു. എവിടെ നിന്നോ ഒരു പിന്തുണ അദ്ദേഹത്തിന് കുറവാണ് എന്ന് തോന്നിയപ്പോഴൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യയിലേക്ക്, ഏതാണ്ട് 1 മാസത്തോളം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വന്നത്.
അപ്പൊ അന്ന് എന്റെ മുന്നിൽ വെച്ച് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ BJP-യുടെ നേതാക്കളോട് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ പ്രയാസം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് നമ്മൾ ഷോക്കായി പോവുമല്ലോ. കാരണം നമ്മുടെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്നൊക്കെയുള്ള നമ്മൾ വളരെ മാനുഷികമായാണ് ആ കാര്യത്തിൽ കാണുക. ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട്, ഞാൻ ആരോടാണോ അത് പറയേണ്ടത്, ഞാനാണതിൽ കേട്ടു നിന്ന ഒരാളെന്നുള്ള നിലയിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് അത് പറഞ്ഞിരുന്നു. അതിനപ്പുറം ഞാനതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന് എവിടെയും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ പറ്റിയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ കുടുംബത്തെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത് എന്ന് എനിക്ക് ഇപ്പോഴും എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ആ 2 പെൺകുട്ടികളാണ്, ഒരു വൈഫ്, അപ്പോൾ അവരൊരിക്കലും പ്രയാസപ്പെടുത്തരുത് എന്നുള്ള ഒരു നിലപാട് എനിക്ക് അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെ വളരെ മാനുഷികമായി കാണുന്നതുകൊണ്ടായിരിക്കാം, എൻ്റെ രാഷ്ട്രീയം എന്നെ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഈ മേയർ കാലഘട്ടത്തിൽ കുറെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം എന്നില്ല. പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അതിന്റെ പൊളിറ്റിക്കൽ കാര്യം നമ്മളെപ്പോഴും നമ്മുടെ നിലപാടുകൾ, നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ തന്നെ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ചില കാര്യങ്ങൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ചില നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടി വരും. അത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ വളർന്നു വന്ന എൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തോടു കൂടി കാണുക എന്നല്ല. നമുക്ക് നിലപാടുകളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അതെവിടെയും നമ്മൾ മാറ്റുന്ന നിലപാടല്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും മാനുഷികമായ മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്ന് തന്നെയാണ്. ഇത് പറയുമ്പോഴാണ് റെയിൽവേയിൽ ജോയി മരിച്ച സമയത്ത് ആര്യ ആ സ്ഥലത്ത് വെച്ച് കരഞ്ഞത് മനസ്സിലൊരു ചിത്രമായിട്ടുണ്ട്. അന്ന് ഉണ്ടായ അനുഭവത്തിൻ്റെ തുടർച്ചയായി എനിക്ക് തോന്നുന്നത് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കൂടുതലും ഈ സൈബറിലൊക്കെ വലിയ സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രചരണങ്ങളാണ് നടന്നത്. കരയുന്ന, അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ല മറ്റ് പല സംഭവങ്ങളുടെ കൂട്ടത്തിൽ പറയാവുന്നൊരു സാധനമാണല്ലോ. അന്നത്തെ ആ അനുഭവം നമ്മളൊരു മനസ്സിൽ തീരുമാനിച്ചതോ അല്ലെങ്കിൽ ആസൂത്രിതമായി ചെയ്യുന്നതോ എന്നുള്ളതിന് പ്രസക്തിയില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സ്വാഭാവികമായി വരുന്നൊരു വികാര പ്രകടനത്തെ അങ്ങനെ ഉള്ള ചിത്രീകരണത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള സമയങ്ങളിൽ? അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തെ കാണാതെയാകുന്നത്, ഒഴുക്കിൽപ്പെട്ട് കാണാതെയാകുന്നത് എനിക്കിന്നും ആ ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. കാരണം അത്രയും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പോകുന്ന ഒരു കാര്യത്തിനാണല്ലോ നമ്മളെപ്പോഴും ഡേറ്റ് വരെ നമ്മൾ പറയുമല്ലോ. സാധാരണ നമ്മൾ ഇപ്പോൾ ഏറ്റവും അടുപ്പുള്ള ആളുടെ ബർത്ത്ഡേ നമ്മൾ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ ഒരാളുടെ മരണം ഓർത്തു വെക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആഴത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ മനുഷ്യൻ ഓർത്തു വെക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജൂലൈ 13-ാം തീയതി രാവിലെ ഇദ്ദേഹം വെള്ളത്തിൽ ഒഴുക്കിൽപ്പെടുന്ന സമയം മുതൽ, ഞാൻ ഈ വാർത്ത അറിയുന്നത് മുതൽ ഞാൻ ആ സ്ഥലത്തുണ്ട്. എല്ലാവർക്കും അറിയാം എനിക്കൊരു ചെറിയ കുഞ്ഞാണുള്ളത്. ആ കുഞ്ഞിനെ പോലും ഒരുപക്ഷെ ഞാൻ തുടർച്ചയായി 3 ദിവസം കണ്ടിട്ടില്ല. പല കാര്യങ്ങൾക്കും ചിലപ്പോൾ മാറിയൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അന്ന് വളരെ ചെറുതാണ്. ഇന്നിപ്പോ 2 വയസ്സുണ്ട്. അന്ന് ഏതാണ്ട് 1 വർഷം മുമ്പ്, 1 വർഷം മുമ്പുള്ള കാര്യമാണ്. കുഞ്ഞിന് 1 വയസ്സായിട്ടില്ല അന്ന്. അപ്പോൾ അന്ന് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും നമുക്ക് പൊതുവേ ഞാൻ അങ്ങനെ പുറത്തൊക്കെ പോവുകയും കുഞ്ഞിൽ നിന്നൊക്കെ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും പൊതുവെ കുഞ്ഞിന്റെ അടുത്തുണ്ടായിട്ട് കുഞ്ഞിന്റെ അടുത്ത് പോലെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അത് കുഞ്ഞിനെ മിസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അത്രയും പ്രാധാന്യമാണ് നമ്മുടെ ഫാമിലിക്ക് അപ്പുറം നമ്മളൊരു പക്ഷേ ആ സിറ്റുവേഷന് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ രാവിലെ മുതൽ ഇപ്പോൾ അന്ന് ആ സംഭവം നടക്കുന്ന നിമിഷം മുതൽ 15-ാം തീയതി രാവിലെയാണ് അദ്ദേഹത്തിന്റെ ബോഡി നമുക്ക് കിട്ടുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോയ ആളെ ജീവനോടുകൂടി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് മനുഷ്യ സഹജമായി നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു ആൾക്കൂട്ടത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ തിരച്ചിൽ നടക്കുന്നത്. നമ്മൾ എത്രത്തോളം മാനുഷികമായാണ് ആ വിഷയത്തെ കാണുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അന്ന് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് പല സ്ഥലത്തു നിന്നും ആളിങ്ങനെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ആളിങ്ങനെ വന്നു പോകുമ്പോൾ ഒരു തമിഴ്നാട്ടിലുള്ള ഒരാൾ, അദ്ദേഹത്തിന് ആ വന്ന ആൾക്ക് ഞാൻ മേയറാണെന്നൊന്നും അറിയില്ല. അദ്ദേഹം പുറത്തുനിന്ന് വളരെ ഒരു സാധാരണക്കാരായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് ഇവിടെ ഒരു കൂട്ടം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാള്, എനിക്ക് അറിയുന്ന തമിഴും മലയാളമൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും നടക്കും, ഞങ്ങളൊരു മാൻ മിസ്സിങ്ങിന് ഒരു കേസിട്ട് അങ്ങോട്ട് പോവാന്നല്ലാതെ ഈ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് കേരളത്തിന്റെ വ്യത്യാസം. കേരളത്തിലെ മാത്രമല്ല, ഒരു പക്ഷെ രാജ്യത്തെ തന്നെ സംവിധാനങ്ങൾ ഈ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് NDRF പോലെയുള്ള എല്ലാ ആളുകളും ഇവിടെ തെരച്ചിലിന് വേണ്ടി വന്നു നിൽക്കുകയാണ്. അപ്പൊ അതിന് നമ്മളെടുത്തൊരു എഫേർട്ട് ഉണ്ട്. അങ്ങനെ ഏകോപിപ്പിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട് ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും അതിന് നേരിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു.
അപ്പൊ നമ്മളൊരു എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണല്ലോ നമ്മളെപ്പോഴും ഇമോഷണൽ ആയി പോവുക ചില സമയത്തൊക്കെ. അപ്പൊ അത്രയും എഫേർട്ട് അതിന്റെ പിന്നിലുണ്ട്. ഏതാണ്ട് 3 ദിവസം നമ്മളൊക്കെ എല്ലാവരും, ഞാൻ മാത്രം എന്നുള്ളൊരു വ്യക്തിയല്ല, നമ്മൾ അതിന് ഒരു നേതൃത്വം വഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ അതിന്റെ ഭാഗമായി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പക്ഷെ ജീവനോടെ കിട്ടില്ല എന്നറിയാമെങ്കിൽ പോലും ഏതാണ്ട് 15-ാം തീയതി ബോഡി കിട്ടി മോർച്ചറിയുടെ മുന്നിലും നമ്മൾ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഹരീന്ദ്രൻ MLA, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഹരീന്ദ്രൻ MLA ഇങ്ങനെ കോർപ്പറേഷൻ നടത്തിയ ഇടപെടലിനെ പറ്റി അദ്ദേഹം പറയുകയാണ്. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 3 ദിവസം ഇങ്ങനെയുള്ള ഒരു വലിയ ക്രൈസിസിലൂടെയാണ് നമ്മൾ കടന്നുപോയത്, എന്നിട്ട് നമുക്ക് ഒരു വിജയം അതിൽ കാണാൻ കഴിഞ്ഞില്ലോ എന്നുള്ള ഒരു പ്രയാസത്തിലാണ്, അദ്ദേഹത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള പ്രയാസത്തിലാണ്. അതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്നതാണ്. ആരും ബോധപൂർവം അങ്ങനെ ചെയ്യണം എന്ന് കരുതി ചെയ്യുന്നതല്ലല്ലോ. അതിൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായി അതിൽ നിൽക്കാൻ കഴിഞ്ഞു. ഒരുപാട് തൊഴിലാളികളുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന അവിടെയും ഒരു മാനുഷികമായ മൂല്യം നമ്മുടെ ഉള്ളിൽ വന്നു. പിന്നെ വാർത്തയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണുകയാണ്, അമ്മയെ കാണുകയാണ്. അപ്പൊ ഞാൻ ഓർത്തത്, ഞാൻ 3 ദിവസം എന്റെ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന പ്രയാസത്തെക്കാൾ എത്രയോ വലുതാണ് മകൻ എന്ത് പറ്റി എന്ന് പോലും അറിയാതെ ഒരു അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനതിനെ അങ്ങനെയാണ് കണ്ടത്. പിന്നെ വിമർശിക്കുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ അനുഭവം വന്നാൽ അവർക്ക് ചിലപ്പോൾ കരയാൻ തോന്നുന്നുണ്ടാവില്ല. ഈ വിമർശിക്കുന്നവർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ ഫീൽ ചെയ്താൽ മാത്രമല്ലേ, ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ടു എന്ന് ഫീൽ ചെയ്താൽ മാത്രമല്ലേ അവർക്കൊരു വിഷമം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇല്ലാത്തവരായിരിക്കാം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആ സംഭവത്തില് രാഷ്ട്രീയമായും വലിയ തോതിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായാലും ഇപ്പോ ജോയി മരിച്ചതിന് ശേഷം ഇപ്പോ റെയിൽവേയിൽ ഒരു മരണം ഉണ്ടായി, റെയിൽവേയുടെ കീഴിലുള്ള ഒരു തൊഴിൽ മേഖലയിൽ ഒരു മരണം ഉണ്ടായി. അതിനും കോർപ്പറേഷന്റെ നേതാവ് എന്നുള്ള മേയർ എന്നുള്ള ആൾക്ക് വലിയ തോതിൽ നമ്മളാണ് ഉത്തരവാദിത്തം എന്നുള്ള നിലയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. അതെ അതെ, അന്ന് ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ അങ്ങനെ ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു പോകുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ആദ്യം കൊടുത്തത് കോർപ്പറേഷന്റെ തൊഴിലാളികൾ എന്ന് പറഞ്ഞു. ഇപ്പൊ കോർപ്പറേഷന്റെ തൊഴിലാളിയോ അല്ലാതെ ആയാലും ആരാണെങ്കിലും ഒരു മനുഷ്യജീവനാണല്ലോ, നമ്മൾ അതിനാണ് പ്രയോറിറ്റി കൊടുത്തത്. പക്ഷെ അതിനുശേഷം റെയിൽവേയുടെ ചില ഉദ്യോഗസ്ഥരൊക്കെ ഇറങ്ങി വന്ന് കോർപ്പറേഷനെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് റെയിൽവേ കൃത്യമായി മാലിന്യ സംസ്കരണം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ നഗരസഭ സ്വീകരിച്ചിട്ടുള്ള നടപടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തമാക്കുന്ന സാഹചര്യം വന്നു. ഇപ്പൊ ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ട്. കഴിഞ്ഞ ദിവസം റെയിൽവേ കഴക്കൂട്ടത്ത് നഗരസഭാ പരിധിയിൽ മാലിന്യ നിക്ഷേപം നടത്തിയതിന് ഹൈക്കോടതി രൂക്ഷമായി റെയിൽവേ വിമർശിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റെയിൽവേയുടെ ഭാഗത്താണ് ഈ അനാസ്ഥകളെന്ന് അറിഞ്ഞിട്ട് പോലും നഗരസഭയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ രാഷ്ട്രീയപരമായി ചില സത്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞാലും ഞങ്ങൾ അതിനെ സത്യമായി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രാഷ്ട്രീയപരമായി അതിനെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ നേതാക്കളൊക്കെ അതിൽ പ്രതികരണം നടത്തിയവരാണ്. ഇന്നിപ്പോ നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ സത്യം മനസ്സിലാക്കിയിട്ടും അന്ന് നമുക്കെതിരെയൊക്കെ പോസ്റ്റ് ഇട്ടവരാണ്. അപ്പോൾ അവരൊക്കെ സത്യം മനസ്സിലാക്കിയാലും ആ സത്യത്തെ എന്നും ഒളിപ്പിച്ചു വെക്കാൻ, അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചതുപോലെ തന്നെ എന്നും സത്യത്തെ ഒളിപ്പിച്ചു വെച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അവർ നമ്മുടെയൊക്കെ കാര്യത്തിലും അത് ചെയ്തിട്ടുള്ളത്. ജോയിക്ക് പിന്നെ വീട് വെച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ തീരുമാനം എടുത്തത്. അതൊരു ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു. കാരണം കോർപ്പറേഷൻ പരിധിയിൽ അല്ല അദ്ദേഹത്തിന്റെ താമസം, അല്ലെങ്കിൽ അവരുടെ സ്ഥലം വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫണ്ട് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലത്ത്, സാധാരണ നമ്മുടെ അസറ്റിൽ മാത്രമേ നമുക്ക് ചിലവഴിക്കാൻ കഴിയുള്ളൂ, നമ്മുടെ പരിധിയിൽ മാത്രമേ നമുക്ക് ഫണ്ടുകൾ ചിലവഴിക്കാൻ കഴിയൂ. അപ്പോൾ സർക്കാരിന്റെ കൂടി അനുവാദത്തോടു കൂടി നമ്മുടെ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഫണ്ട് മറ്റൊരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥലത്ത് വിനിയോഗിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം പോലും ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റിയതാണ്. അങ്ങനെ അമ്മയ്ക്കൊരു വീടായി, ഇപ്പൊ അമ്മ സുഖമായി ഇവിടെ താമസിക്കുകയാണ്. ആദ്യഘട്ടത്തില് നമ്മള് വാർത്താ ശ്രദ്ധയിൽ വന്ന ഒരു സംഭവം ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടാണ്. പൊങ്കാലയുടെ അവശേഷിച്ചിരിക്കുന്ന ഇഷ്ടിക വെച്ച് വീടുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു കോർപ്പറേഷന്റെ പരിപാടിയാണ്. അന്ന് അത് ഈ പരിപാടിയിൽ നിന്ന് പോകുമ്പോൾ ഇഷ്ടിക പൊട്ടിച്ചു വിടണം എന്നൊക്കെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ വരെ ഉണ്ട്. കുറെ ആൾ നടപ്പാക്കുകയും ചെയ്തു. അന്നത്തെ ഓർമ്മ എന്താണ്? അന്ന് ഇതിനെ നേരിട്ടത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ചിലയിടത്തെങ്കിലും ഈ ഇഷ്ടികകൾ തിരിച്ച് പൈസക്ക് വിൽക്കുന്ന ആളുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പറഞ്ഞ ഒരു കോക്കസ് തന്നെ അതിന് പ്രവർത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഭക്തജനങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന എന്ത് സാധനമാണെങ്കിലും അവിടെ ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പൊങ്കാലയുടെ സിറ്റുവേഷനിലാണ് പറയുന്നത്. ഒരാള് റോഡിൽ ഉപേക്ഷിച്ച് പോകുന്ന മാലിന്യം എങ്ങനെയാ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം വന്നത്, തദ്ദേശ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം? അതേ കാര്യം തന്നെയാണ് എന്താണോ ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പൊ ഉപേക്ഷിച്ച് പോകുന്ന എന്ത് കാര്യവും
മാറ്റാൻ റിമൂവ് ചെയ്യാൻ അധികാരപ്പെട്ടത് കോർപ്പറേഷന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പൊതുവെ കണ്ടത് ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ നഗരത്തിലൊരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നു. ചില സമയങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ഇവർ ഈ കല്ലുകളെല്ലാം ശേഖരിച്ച് ഇവർ മറച്ചു വെക്കുകയാണ്. അപ്പോ ഞാൻ ഇപ്പൊ ഒരു ഭക്തജനമാണ്, ഞാൻ കൊണ്ടുവന്ന ഇഷ്ടികയാകട്ടെ മറ്റു സാധനങ്ങളാകട്ടെ എനിക്ക് തിരിച്ചു പോകുന്നതിൽ ഒരു തടസ്സവുമില്ല, എനിക്ക് കൊണ്ടുപോകുന്നതിൽ. പക്ഷെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കല്ലുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് കളക്ട് ചെയ്ത് മറച്ചു വിൽക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമാണ്. അപ്പൊ നഗരസഭ അതിൽ ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് ഈ കല്ലുകൾ കളക്ട് ചെയ്ത് പാവപ്പെട്ട സാധാരണക്കാരായ ലൈഫിൽ ഉൾപ്പെടെ വീട് വെക്കുന്ന വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏതാണ്ട് ഓരോ വർഷവും ഏതാണ്ട് 20-ലധികം ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഇത് കൊടുക്കാൻ പറ്റി. അത് കൊടുക്കാൻ പറ്റിയതിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ ലൈഫിൽ വീട് വെക്കുക എന്ന് മാത്രമല്ല, അതിൽ തന്നെ പ്രയോറിറ്റിയിൽ ചിലപ്പോൾ കിടപ്പ് രോഗികളായിരിക്കാം, അവരുടെ കുടുംബമായിരിക്കാം, മറ്റു പദ്ധതികളിൽ തന്നെ ഉൾപ്പെട്ടവരായിരിക്കാം, അവർക്കെല്ലാം ഒരു ആശ്രയം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവനക്കാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിൽ പിന്നെ ഇപ്പോഴും ചില പോസ്റ്റുകളുടെ താഴെ വരുന്ന കമന്റുകൾ അങ്ങനെയാണ്, ജീവനക്കാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിൽ വലിയൊരു അഴിമതി ഉണ്ടായി. ഇപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമായിട്ട്, അതായത് സാധാരണക്കാരായ ജീവനക്കാർ അവര് പൊങ്കാലയ്ക്ക് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. കാരണം അവരവരുടെ ജോലിക്ക് അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളാണ് രാത്രിയെന്നോ പകലെന്നോ ചെയ്യുന്നത്. അപ്പൊ പരമാവധി ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നാളെ ആരോപണം ഉണ്ടാകും എന്ന് കരുതി ഭക്ഷണം വാങ്ങി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന നിലപാടൊന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല ആക്ഷേപങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു പ്രയാസമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ ഞങ്ങളാരും കണക്കാക്കിയിട്ടില്ല. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്കൊരു രസമായിരിക്കാം, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് KSRTC ബസ്സിൽ ഉണ്ടായ വിവാദം. ഒരുപക്ഷെ നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പോകുന്ന ആളുകൾ ഈ ഒരു മോശം ഉള്ള ഒരു കമന്റ് ഉണ്ടായാലോ നമ്മളെ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നമ്മൾ ഇത്ര റിസ്ക് എടുക്കില്ല. അപ്പോൾ ചില സാധാരണ മനുഷ്യരുടെ ആവേശമുള്ള അല്ലെങ്കിൽ രോഷം വന്നു കഴിഞ്ഞ ആളുകൾ പ്രതികരിക്കുന്ന ആളുകളും ഉണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ആൾക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് വെറുതെ ഒച്ച വെച്ചിട്ട് നമ്മളെ മാന്യത കളയണ്ട എന്നാണ് പൊതുവെ വിചാരിക്കാറുള്ളത്. ആര്യ അതിനപ്പുറത്ത് അതിൽ ഇടപെട്ടു. നമ്മൾ അപമാനിച്ചു എന്ന് പറയുന്ന ആൾക്ക് പിന്നാലെ പോയി അയാളോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകൾ ചെയ്യേണ്ട തരത്തിലുള്ളൊരു ചെയ്ത്താണെന്ന് നിങ്ങൾ ചെയ്തതെന്നുള്ളത്. അതിനെ വേറെ തരത്തിൽ ഇപ്പോഴും പിന്തുടരുന്ന ഒരു സാഹചര്യം. എനിക്കൊന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നേ മൂപ്പര് വീണ്ടും ഞാൻ ആര്യ എവിടെയാണ് അവിടെ മത്സരിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് അത് വീണ്ടും അണഞ്ഞു. അതൊരു സീസണൽ പ്രൊഡക്റ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അന്നത്തെ ആ തീരുമാനം അത് ശരിയാണ് എന്ന് തോന്നിയോ? പിന്നീട് അത് ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? അല്ല, ചെയ്ത കാര്യങ്ങൾ തെറ്റായി എന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല. ഞാൻ പൂർണ്ണമായി ആ വിഷയം ഇപ്പോൾ കോടതിയിലൊക്കെ ഇരിക്കുന്ന വിഷയം വേണ്ടി ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ലെങ്കിലും എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പൊതുവെ നമ്മൾ നോക്കും, സ്ത്രീകളുടെ ഒരു വിഷയം, ഇത്തരത്തിലുള്ള പ്രശ്നം പലർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രതികരിച്ചാൽ പറയും നിങ്ങൾ എന്തിനാ അപ്പോൾ പ്രതികരിച്ചത്, പിന്നെ പ്രതികരിച്ചാൽ പറയും നിങ്ങൾ എന്തിനാ ഇത്രയും കാലം പ്രതികരിക്കാതെ. നമ്മൾ സമൂഹത്തിൽ കേൾക്കുന്ന ഒരു കാര്യം, നേരത്തെ നമ്മൾ സ്ത്രീകൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുക. നമ്മൾ പൊതുവേ എന്ത് കാര്യം പറഞ്ഞാലും സ്ത്രീകൾക്ക് എപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോൾ അവർ പ്രതികരിച്ചോട്ടെ തന്നെ. അവർക്ക് എന്താണോ അവരോട് ഒരു നീതിയോടുകൂടിയല്ല ഒരാൾ പെരുമാറിയത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രതികരിക്കുന്നതിന് എന്താ പ്രശ്നം? നമുക്ക് സമൂഹം എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരം പ്രയാസങ്ങൾ വന്നാൽ അവർ പ്രതികരിച്ചാൽ അവരോടൊപ്പം നിൽക്കാൻ ഉള്ള ഒരു മനസ്സാണ് നമ്മുടെ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏത് സ്ത്രീയുമാകട്ടെ, അത് ആര്യ രാജേന്ദ്രനാകട്ടെ, വേറൊരാളാകട്ടെ, മറ്റാരും വേണമെങ്കിലാകട്ടെ. ഇതിപ്പോ ഒരു സാധാരണ മറ്റൊരു സ്ത്രീക്കാണ് സംഭവിച്ചതെന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും ചാനൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളെ വിളിച്ച് ചാനൽ ചർച്ചയിലിരുത്തോ? മറ്റൊരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് പറ്റുമെങ്കിൽ നമ്മളൊരു അവാർഡും കൂടി കൊടുക്കും. അവർ പ്രതികരിച്ചല്ലോ. പ്രത്യേകിച്ച് KSRTC ആണ്. KSRTC എങ്ങനെ ആക്രമിക്കാന്ന് നോക്കാന്ന് മാത്രമേ നോക്കുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനകത്ത് ആദ്യം ഈ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ മന്ത്രിയെ അറിയിച്ചിരുന്നു. അന്ന് DCPയെ നേരിട്ട് വിളിച്ചാണ് പോലീസ് അവിടെ വരുന്നത്. അദ്ദേഹത്തിനെ ആ നിലയിൽ ഈ അവിടെ നിന്ന് തന്നെ പോലീസിന് കൈമാറുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഏതെങ്കിലും തെറ്റായ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാകും. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ സ്ത്രീകൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് പ്രതികരിക്കും എന്ന് നോക്കിയാൽ മതി. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പോകുന്നവർ വിമർശിച്ചാൽ പ്രശ്നമില്ല. അങ്ങനെയുള്ളവരായിരിക്കും വിമർശിക്കുന്ന എങ്കിൽ പ്രശ്നമില്ല.
ഇങ്ങനത്തെ അനുഭവങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടാറുണ്ടോ? ഞാൻ ചെയ്യുന്നത് പ്രശ്നമാവോ, അല്ലെങ്കിൽ മോശക്കാരെയാവോ, അല്ലെങ്കിൽ ആളുകൾ വേറെ തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് അങ്ങനെ അല്ല, അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ പല മാധ്യമ പ്രവർത്തകരും, അതായത് ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വിഷയം നടന്നുകൊണ്ട്, ഈ പാളയമാണല്ലോ എല്ലാവരും പെട്ടെന്ന് അക്സസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മുടെ വെർഷനിൽ ആദ്യം വാർത്ത കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാനതൊരു നമ്മുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ലല്ലോ, ഞാൻ അതിനങ്ങനെ കണ്ടിട്ടില്ല. ഒരിക്കലും നമ്മുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാര്യമില്ല. ഒരു സ്ത്രീക്ക് നേരെ ഒരു ആരോപണം, അത് ഞാൻ മാത്രമല്ല അതിനകത്ത് സ്ത്രീയായി ആ കാറിലുള്ളത്, എൻ്റെ സഹോദരന്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഒരു കുടുംബസമേതം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകുന്നത്. പക്ഷെ മാധ്യമങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നപ്പോൾ ഒഫീഷ്യൽ വാഹനം അല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ കുടുംബസമേതമായി ഒഫീഷ്യൽ വാഹനത്തിലാണ് പോയിരുന്നെങ്കിൽ അതായിരിക്കും പിന്നെ പ്രശ്നം. അപ്പൊ നമ്മൾ അതിൽ പോലും വളരെ ബേസിക്കലി നമ്മൾ അതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ ഒരു പേഴ്സണൽ യാത്ര, ഒരു കസിന്റെ വിവാഹമാണ്. അപ്പൊ അവിടേക്ക് പോകുന്ന ഒരു യാത്രയെ നമ്മൾ അങ്ങനെ കണ്ടിരുന്നോളൂ. ഞങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളെ നോക്കി ഒരാൾ ഇങ്ങനെ, ഞങ്ങളാണ് എന്ന് അറിഞ്ഞിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അതൊന്നും മനസ്സിലാവാതെ കാണിച്ചതായിരിക്കണം. പക്ഷെ ഞങ്ങൾ 2 സ്ത്രീകളും അത് കാണുകയാണ്. ഒരാൾക്ക് മാത്രം തോന്നിയ കാര്യമല്ല, 2 സ്ത്രീകളും അത് കാണുന്നു. അപ്പൊ സ്വാഭാവികമായും അടുത്തെവിടെയാണോ ബസ് നിർത്തുന്നത് അവിടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ വന്ന് ഒരു മൂന്നാമത്തെ ഘട്ടം എനിക്ക് തോന്നുന്നത് വിവാഹത്തോടെ ഉണ്ടാവുന്നത്. സച്ചിൻ ദേവ് ഒരു CPM നേതാവാണ്, MLA ആണ്. അപ്പം മൂപ്പരുടെ സാന്നിധ്യം കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന മറ്റു തരത്തിലുള്ള ഇരട്ടി പ്രഹരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ, മാധ്യമങ്ങളായാലും എതിരാളികളായാലും? അല്ല, പൊതുവേ സ്വാഭാവികമായിട്ട് രണ്ടുപേരും ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടായി നിൽക്കുന്നവരാകുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു നിലപാടാണ് പൊതുവേ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മാധ്യമങ്ങൾ, ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകയായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ടാണ് മാധ്യമങ്ങൾ നമ്മൾ ഉന്നയിക്കുന്ന ആരോപണം, ആ ആളെ പറ്റിയുള്ള നമ്മുടെ പരാതി എന്ന് പറയുന്നത് വളരെ ഒരു സ്ത്രീക്ക് നേരെ ലൈംഗികമായിട്ടുള്ള ആംഗ്യം കാണിച്ചു എന്നാണ്. അവരെ ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ മറ്റൊരാളെ ഒരു സാഹചര്യമാണെങ്കിൽ? നമ്മളൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ രണ്ടുപേരും അതിന്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പൊക്കെ ആ വാർത്തയ്ക്ക് അവർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ പൂർണ്ണമായി രണ്ടുപേരും ചേർന്ന് തന്നെ ആ വിഷയത്തെ നേരിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും കാണുന്ന ഒരു കാര്യം. ഈ വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ മാറ്റം ഉണ്ടായോ? 2 അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട 2 ആളുകളാണല്ലോ, അതിന്റെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും. അതിൽ ജീവിതത്തിലുണ്ടായ പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന ഒരു കാലമൊക്കെയാണ് സാധാരണ നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാലമാണ്. അതിനപ്പുറത്ത് നമുക്ക് തിരക്കുള്ള 2 ആളുകളായി ഇവിടെ ചേർച്ചയാണല്ലോ വരുന്നത്. അതിനെ ചിലപ്പോൾ ആര്യക്ക് മുന്നനുഭവം ഇല്ലാത്തതുകൊണ്ട്, ചെറുപ്പത്തിലേ ഇതിലേക്ക് വന്നതുകൊണ്ട്, അങ്ങനെ ഒരു തിരക്കിൻ്റെ ഒരു കാലത്ത് തന്നെയാണല്ലോ നമ്മൾ ജീവിതത്തിൻ്റെ പ്രധാന യൗവനം തുടങ്ങുന്നത്. ആ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അതൊരു നഷ്ടബോധമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്? നഷ്ടബോധമായിട്ട് തോന്നിയിട്ടില്ല. പരമാവധി നമ്മൾ രണ്ടുപേരും ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരായതുകൊണ്ട് പൊതുവേ സാധാരണ ഒരു 2 പേർ തമ്മിൽ ഒരുമിച്ചിരിക്കാൻ പോലുള്ള സമയം കുറവാണെങ്കിൽ പോലും കഴിയുന്ന സമയമൊക്കെ നമ്മൾ അങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇപ്പൊ കുഞ്ഞായതിനു ശേഷം കുഞ്ഞിനോടൊപ്പം ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമ്മളത് ആ ജീവിതത്തോട് നീതി പുലർത്തണമല്ലോ. നമ്മളെ ഒഫീഷ്യൽ കാര്യത്തിനോട് നീതി പുലർത്തുന്നത് പോലെ എപ്പോഴും വ്യക്തിപരമായ ജീവിതത്തിനോട് നീതി പുലർത്തണം എന്ന് കരുതുന്നവരാണ് നമ്മൾ രണ്ടുപേരും. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കാണുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കാണുകയോ ഒരു നോർമൽ കാര്യമായി. നമ്മൾ അതിനൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ 2 ആളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പിന്നെ അതിൽ കുടുംബവും, 2 പേരുടെയും അച്ഛനും അമ്മയും സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബവും അതിൽ വളരെ സപ്പോർട്ടീവായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തിരക്കുകളുടെ ഇടയിലും ഒരുമിച്ച് നിൽക്കാൻ, പ്രത്യേകിച്ച് ചില ഔദ്യോഗിക കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരും, സമാനമായ വിഷയങ്ങൾ ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഡിസ്കസ് ചെയ്ത് തന്നെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമോ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. അത് നേരത്തെ ഞാൻ SFIയിലൊക്കെ ഉള്ളപ്പോൾ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സച്ചിനേട്ടൻ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ഉൾപ്പെടെ, വിവാഹം കഴിക്കണമെന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ SFI ആയി നിൽക്കുന്നതാണ്. അപ്പോൾ തൊട്ട് പൊതുവേ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ. അപ്പൊ ചില അനുഭവങ്ങൾ പറഞ്ഞു തരാറുണ്ട്, പ്രത്യേകിച്ച് ചില സമരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്, അങ്ങനെ ചില പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്.
പൊതുവേ ചിലപ്പോൾ ഇപ്പൊ മേയറായിരിക്കുമ്പോൾ ഉള്ള ഒരു ഉത്തരവാദിത്വം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്, അങ്ങനെ പൊതുവേ കാര്യങ്ങൾ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മനസ്സിൽ മായാത്തൊരു ചിത്രമുള്ളത് കുഞ്ഞായതിനു ശേഷം കുഞ്ഞിനെ എടുത്ത് ഓഫീസിൽ വന്നൊരു ചിത്രമാണ്. അന്ന് പത്രങ്ങളൊക്കെ 1-ാം പേജിൽ അച്ചടിച്ചൊരു ചിത്രമാണ്. അങ്ങനെ ഒരു രീതി ഒരുപക്ഷെ ഈ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വികസിത രാഷ്ട്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ അടുത്ത് അധികം അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രായം കൂടി ആയതുകൊണ്ട് അതിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ആ തീരുമാനം എടുത്തത്, ആ ചിത്രം, ആ ഒരു ഘട്ടം ഓർമ്മയുണ്ടോ? അല്ല, അത് വിദേശത്താണെങ്കിൽ നമ്മൾ അംഗീകരിക്കും, ഇവിടെയാണെങ്കിൽ നമ്മൾ ആരും അംഗീകരിക്കില്ല എന്ന് പറയുന്ന മനസ്ഥിതി ആ കാര്യത്തിലുമുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നൊരു കാര്യം, ഞാൻ പൊതുവേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞ പോലെ വിവാഹം, എൻ്റെ കുഞ്ഞുണ്ടാവുന്നതൊക്കെ എനിക്ക് ഈ 5 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി എൻ്റെ ഒരു ഔദ്യോഗിക കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ചിട്ടില്ല. പൊതുവേ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കാരണം എനിക്കൊന്ന് കുഞ്ഞ് ജനിച്ച് എനിക്ക് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിലേക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട്, ഏതാണ്ട് ഒരു 5 ദിവസം കൊണ്ട് എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിലേക്ക് ഞാൻ പഴയതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില ദിവസങ്ങളിൽ കുഞ്ഞ് അമ്മയിൽ നിന്ന് വേർപെട്ടിരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള, അത് കുഞ്ഞിനെ പൂർണ്ണമായി കുഞ്ഞുമായിട്ട് അറ്റാച്ച് ആയി നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ചില ദിവസങ്ങളിൽ കുഞ്ഞ് ഇപ്പൊ അച്ഛനോടാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പെൺകുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി വലുതായാൽ അച്ഛനോട് അങ്ങനെയായിരിക്കും. അപ്പൊ കുഞ്ഞ് ചില ദിവസം നമ്മളിൽ നിന്ന് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടേക്ക് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതെ, ഓഫീസിൽ, അതെ, അതുപോലെ, അതെ 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 വളരെ അന്ന് എനിക്ക് തോന്നുന്നു 1 മാസം ഇല്ല, 1 മാസത്തിനുള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ദിവസം പോലും നഗരസഭയുടെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ സിസേറിയൻ ആയിരുന്നു. അഡ്മിറ്റ് ആവുന്നതിന്റെ തലേ ദിവസവും ഞാൻ കൗൺസിൽ ചേർന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് നേരെ പോയി അഡ്മിറ്റ് ആവുന്നത്. ഡെലിവറി കഴിഞ്ഞ് ഏതാണ്ട് 5 ദിവസത്തിനുള്ളിൽ ഫയൽ നോക്കണം. കാരണം 5 ദിവസത്തിനപ്പുറം ഫയൽ നോക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഫയൽ നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ചില തീരുമാനങ്ങൾ നമ്മൾ ആ സമയത്ത് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ കുഞ്ഞിനെ ഉറക്കിയിട്ട് ആ സമയത്തൊക്കെ വന്ന് ഫയൽ നോക്കുക, പിന്നെ ഓഫീസിൽ വന്ന് ചിലപ്പോൾ ഫയൽ കൊണ്ടുപോയി നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പരമാവധി കുഞ്ഞിനെ ഓഫീസിലേക്ക് കൊണ്ടുപോവുക, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്താണ് കുഞ്ഞിനെയും, പിന്നെ അമ്മയുള്ളത് കൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ജീവിതത്തിന്റെ ഒരു, നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് പഠനത്തിൽ നിന്ന് ജോലിയിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തിരക്കിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ 5 വർഷത്തിനിടയിൽ വിവാഹം കഴിയുന്നു, കുട്ടി നമുക്കൊപ്പം ഉണ്ടാവുന്നു. മൊത്തത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലമാണ്. അപ്പം ഇതൊന്നും വേർതിരിച്ച് അനുഭവിക്കാനുള്ള ഒരു വ്യത്യാസങ്ങൾ ഉണ്ടായില്ല അല്ലെ? നേരിട്ട് എതിരാളികളുടെ ഒരു വിമർശനങ്ങളും എല്ലാം അസാധാരണമായിട്ടാണല്ലോ നമ്മൾ. അതെ അതെ അതെ, കുറച്ച് അസാധാരണമായ ജീവിതമാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു, ആദ്യം മേയർ ആയ സമയത്ത് പെട്ടെന്ന് എനിക്ക് പുറത്തു പോകാനൊക്കെ ഒരു ചെറിയൊരു എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ വാർത്തയിലൊക്കെ നിറഞ്ഞു വന്നിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക. പക്ഷെ ഡെപ്യൂട്ടി മേയറാണെന്ന് നമുക്കൊരു ചായ കുടിക്കാം എന്നുവെച്ചാൽ നോർമൽ ലൈഫിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഒരു വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ട്, സാധാരണ നമ്മൾ വാർത്തയിലൂടെ ഒക്കെ പലരെയും കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ പറയും നമ്മൾ ഫാനാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ പലരെയും കാണുക. അപ്പൊ അങ്ങനെ കാണുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ അവരെയൊക്കെ പോലെ അങ്ങനെ പ്ലേസ് ആവുകയാണ്, പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഇതാവുകയാണ്. അപ്പൊ പെട്ടെന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഡെപ്യൂട്ടി മേയറും പിന്നെ ചില കൗൺസിലർമാരും ഒക്കെ അതിനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ സഹായിച്ചിരുന്നു. പെട്ടെന്നൊരു മെന്റലി ഒരു പ്രശ്നം വരാതിരിക്കാനൊക്കെ നമുക്കൊരു ചെറിയൊരു ഇത് തോന്നുമല്ലോ, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറി. പിന്നെ ഒരു നോർമലായിട്ട് തന്നെ ഒരു സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് 5 വർഷം കഴിയുമ്പം ഇനി തദ്ദേശത്തിൽ മത്സരിക്കുന്നില്ല, രാഷ്ട്രീയമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ആളുകൾ വായിക്കുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. മലബാറിലേക്ക്, കോഴിക്കോട്ടേക്ക് മാറുമെന്നുള്ള വാർത്ത വരുന്നുണ്ട്, സച്ചിൻ ദേവിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രീയമായി അങ്ങനെ ഒരു ഭാവിയെ കുറിച്ചുള്ള ആലോചനയോ ആശങ്കകളോ ഉണ്ടോ? അല്ല, അങ്ങനെ ആശങ്കയും ഇല്ല, ആലോചനയും ഇല്ല. അപ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടോ ആശങ്കപ്പെട്ടിട്ടോ ഒന്നും വന്നു ചേർന്നതല്ലല്ലോ. അതൊക്കെ ഒരു സാധാരണയായി ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോഴത്തെ എന്താണ് നമ്മൾ സാധാരണ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് അല്ലെ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഫൈറ്റ് പോലെയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര് ആ ഘട്ടത്തിൽ ജനപ്രതിനിധിയായി നയിക്കണം എന്നൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തീരുമാനിക്കുക. പ്രത്യേകിച്ച് CPM പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ എപ്പോഴും സംഘടനാ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം നൽകി ആ സംഘടന തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് പൊതുവെ അങ്ങനെ ഒരു തീരുമാനമായിട്ടൊക്കെ വരിക. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആശങ്കയും ഇല്ല.
എനിക്കൊന്ന് കുറച്ചുകൂടി വളരെ സന്തോഷത്തോടു കൂടി ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ്. കാരണം എല്ലായിടത്തും പോകാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒരു മത്സരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ച് പലപ്പോഴും നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ പ്രചരണത്തിന് എല്ലായിടത്തും പോകാം, പലതരത്തിലുള്ള ആളുകളെ കാണാം എന്നൊക്കെ ഉള്ളതൊരു വലിയ സന്തോഷമാണ്. അതിന് ഭാവിയിൽ ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വരാം, വരാതിരിക്കാം. ഒരു വലിയ ഒരു ചുമതലയാണല്ലോ ഇപ്പോൾ വഹിച്ചത്. അതിൽ തീർച്ചയായിട്ടും ഞാൻ സന്തുഷ്ടയാണ്. പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് പേരെ സഹായിക്കാൻ. എന്നോട് ചിലർ ചോദിക്കും, ഈ നേരത്തെ നമ്മുടെ ചോദ്യത്തിലുള്ള പോലെ 21-ാമത്തെ വയസ്സിൽ സാധാരണ നമ്മൾ കോളേജിലൊക്കെ തിരുവനന്തപുരത്ത് ഒരു ഭാഷയുണ്ട്, ഈ അലമ്പായി നമ്മൾ നടക്കുക, കുറച്ചല്ലേ അലമ്പായി അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അലമ്പായി നടക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വളരെ എൻജോയ് ചെയ്ത്, പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വളരെ ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടക്കുന്ന ഒരു പ്രായമാണ്. പിന്നെയാണ് നമ്മൾ കുറച്ച് ഉത്തരവാദിത്തത്തിലേക്ക് ജോലിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പം തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ അതെനിക്ക് മിസ്സായി. അതെ, ചില ആളുകളൊക്കെ പറയാം തിരക്ക് അതിലാണല്ലോ, ആ ഒരു കാലം അതിപ്പോ നഷ്ടമായി. അല്ലെ, എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്കതൊരു നഷ്ടമായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, നമ്മൾ ഈ 21 വയസ്സിൽ സാധാരണ ഒരാൾ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മളെപ്പോഴും നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയാണ്, അല്ലെ, എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും എഫേർട്ട് ഇടുക. അപ്പോൾ കോളേജിൽ പോകുന്നതും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്നതും ഒക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ ജോലിക്ക് പോകുന്നതും ഞാൻ അധ്വാനിക്കുന്നതും ഞാനും എൻ്റെ കുടുംബം ഉൾപ്പെട്ടുള്ള ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒരുപക്ഷെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ എൻ്റെ 21-ാമത്തെ വയസ്സ് തൊട്ട് ഈ പ്രായം വരെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഒരുപാട് പേരെ സഹായിക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ, പലരും പ്രായത്തിനപ്പുറം നമ്മളോട് വന്ന് മോളെ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം പറയുമ്പോൾ അവരുടെ വീട്ടിലൊരാളോട് പറയുന്ന ഒരു രീതിയിൽ അവർക്ക് പ്രശ്നം പറയാൻ, അവരുടെ പ്രശ്നം ചിലപ്പോൾ അത് പരിഹരിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അവർക്ക് അങ്ങനെ പോലും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന 21 വയസ്സുള്ള ഒരാളായി എനിക്ക് മാറാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഒരു നഷ്ടബോധമോ ഒന്നും എനിക്കതിൽ തോന്നിയിട്ടില്ല. ഈ 5 കൊല്ലത്തിനിടയിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടപടി ഉണ്ടോ? എന്താ? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മേയറാവുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഫയലിൽ തന്നെ എടുത്ത തീരുമാനങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് എപ്പോഴും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പറയാറുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ എല്ലാ കാര്യങ്ങളിലും മേയറാവുമ്പോൾ, മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആകുമ്പോൾ പൊതുവെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായിരുന്നാലും ചിലപ്പോൾ ചില പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടങ്ങൾ, നമുക്ക് ചിലപ്പോൾ ചില പദ്ധതികളൊക്കെ എടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും. അതൊക്കെ നമ്മളത് അതിജീവിക്കുമ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ ഇതുപോലെ കോർപ്പറേഷനിൽ വലിയ പ്രശ്നം നടക്കുമ്പോൾ, അത് എനിക്ക് തോന്നുന്നു ഒരു 2ാം വർഷം കോർപ്പറേഷന്റെ ഭരണസമിതി ചുമതലയേറ്റ് 2 വർഷം പിന്നിടുന്ന ഒരു ദിവസം ഒരു പരിപാടി വെച്ചിരുന്നു. അപ്പൊ അന്ന് ഒരു കാറിൽ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സിഗ്നലിൽ നിർത്തുമ്പോൾ ഒരാൾ വന്നിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും അന്ന് കോർപ്പറേഷനിൽ ഇതുപോലുള്ള പല വിവാദങ്ങൾ നടക്കുകയാണ്, ഒന്നുകൊണ്ടും തളർന്നു പോരുത്, ധൈര്യത്തോടു കൂടി ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ ആരാണെന്ന് എനിക്ക് അറിയില്ല, പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. കൊല്ലത്തേക്കുള്ള യാത്രയാണ്, തിരുവനന്തപുരത്ത് വെച്ചല്ല കാണുന്നത്. തിരിച്ച് അന്ന് തന്നെ, ആ ദിവസം തന്നെ, അത് ഞാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ്, ഡിസംബർ 28-നാണ് ആ പരിപാടിയുള്ള ദിവസമാണ്. അന്ന് വൈകുന്നേരം രാജേഷ് മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഒരു വീടിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഗഡു കൊടുക്കുന്ന ഒരു പരിപാടി നടക്കുകയാണ്. അപ്പൊ അതിൽ വീടിന്റെ ഈ ആദ്യത്തെ ഗഡു വാങ്ങാൻ വന്ന ഒരു അമ്മ കെട്ടിപ്പിടിച്ച്, കണ്ണൊക്കെ നിറഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്നോട് നന്ദി പറയുന്ന ഒരു സിറ്റുവേഷൻ ആ സ്റ്റേജിൽ വെച്ച്. ഏതാണ്ട് 10,000-3000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. 2 ഒരേ ദിവസം നടന്ന കാര്യമാണ്. എനിക്ക് അമ്മയുടെ പേരും അമ്മയുടെ സ്ഥലവും വീടും ഒക്കെ എനിക്കിപ്പോഴും അറിയാം. കാരണം അത്രയും ഹൃദയത്തിൽ കൊണ്ട ഒരു സംഭവമാണ്. അത് കരയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇങ്ങനെ ഈ ഒരുപാട് കാലം നടക്കാതിരുന്ന ചില കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷവും എന്നാൽ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കരച്ചിൽ ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചിത്രമാണ് ആ ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എപ്പോഴാലോചിച്ചാലും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ നമ്മള് ഈ ഒരു യാത്ര ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോൾ ഒരുപക്ഷെ മേയർ സ്ഥാനം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ഒഴിഞ്ഞ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ടല്ലോ, ആര്യ ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റ്, അതിൽ വളരെ മനസ്സിനെ തൊടുന്ന 1-2 ഭാഗങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് വരുന്ന, സാധാരണ വീട്ടിൽ നിന്ന് ഇതിലേക്ക് വരുന്ന പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അത് പ്രഖ്യാപനം വന്ന് വിജയമൊക്കെ ആയ ആ ഘട്ടങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. വിഷ്വൽ മീഡിയയിലൊക്കെ നല്ല നിലയിൽ വന്ന ദൃശ്യങ്ങളാണ്. അച്ഛനും ആര്യിരുന്ന് ചാനലുകളോടൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ. അന്നത്തെ മാനസികാവസ്ഥ ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നുണ്ടോ? അന്ന് നമ്മൾ ഒരുപാട് മാറിയില്ല, അനുഭവങ്ങളിലൂടെ നമ്മൾ വേറൊരാളായി മാറിയ ഒരവസ്ഥയാണല്ലോ. അന്നത്തെ ആ സാഹചര്യം ഇപ്പോഴും ഓർമ്മയുണ്ടോ?
തീർച്ചയായിട്ടും വലിയ ഓർമ്മയുണ്ട്. കാരണം വന്ന വഴി മറക്കരുത് എന്നുള്ളത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെയാണ് ഞാനും ആദ്യഘട്ടത്തിലൊക്കെ ചില വാർത്തകൾ അറിയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPIM എന്ന പ്രസ്ഥാനം പൊതുവെ കീപ്പ് ചെയ്യുന്ന ഒരു സംഘടനാ രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്കനുസരിച്ച് പാർട്ടി പ്രഖ്യാപിക്കാത്ത ഒരു കാര്യം വിഷ്വൽ മീഡിയയിലൂടെ ഞാൻ അറിയുകയാണ്. അപ്പോൾ പത്രക്കാർ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കൗൺസിലറായി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നിങ്ങനെ അറിയുന്നത്. അപ്പോൾ പാർട്ടി പറയാത്തൊരു കാര്യത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അങ്ങനെ എനിക്ക് അറിയാത്തൊരു കാര്യം, പാർട്ടി ഔദ്യോഗികമായി പാർട്ടി പറയേണ്ട ഒരു കാര്യം അറിയാത്ത ഒരാളാണ് ഞാൻ. അത് അറിയാത്ത ഒരാളെന്ന നിലയിൽ മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനുശേഷമാണ് പിന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു, പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അന്ന് വലിയ ആശങ്കയില്ലാതെ തന്നെ, അന്ന് സാധാരണ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ആശങ്കയാണ് വരിക. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ആശങ്കയ്ക്കപ്പുറം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ ഒരു പുതുമ നമുക്കുണ്ടാവുമല്ലോ മനസ്സിൽ. ഇപ്പോൾ ഒരു പുതിയ കോളേജിൽ പോകുമ്പോൾ നമുക്ക് ആശങ്കയില്ലല്ലോ. ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവും, ഒരു പ്രതീക്ഷയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ ഒരു കോളേജിലേക്ക് പുതിയതായി പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു പുതിയ ചുമതലയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതിൽ ഞാനൊരു വലിയ അമിതമായ സന്തോഷം അങ്ങനെയൊന്നുമല്ല ഞാൻ അതിനെ കണ്ടിരുന്നത്. അത് സന്തോഷിക്കുക എന്നപ്പുറം എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് കഴിയണം എന്നാണ് അന്നും ഇന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിൽ നീതി പുലർത്തുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മുടവൻമുകളിലെ ജനങ്ങൾ അവർ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് വന്നു ചേർന്നത്, പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ അവരോടെപ്പോഴും നന്ദിയുണ്ട്. എവിടെ ഞാൻ അവാർഡ് വാങ്ങാനൊക്കെ എവിടെ പോയാലും, ഇപ്പോൾ ഈജിപ്തിലും പല സ്ഥലത്തൊക്കെ അവാർഡ് കോർപ്പറേഷന് വേണ്ടി അവാർഡ് വാങ്ങാൻ പോകുമ്പോഴും ഞാൻ അവാർഡ് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ ജനങ്ങളെ ഞാൻ ഓർക്കാറുണ്ട്. കാരണം അവർ വോട്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ ഒരു കൗൺസിലർ ഉണ്ടായി, പിന്നെ ഒരു മേയറൊക്കെ ആയത്. അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ അവാർഡ് വാങ്ങുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത് തട്ടിക്കൂട്ട് അവാർഡാണെന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ലണ്ടനിൽ പോയി തിരിച്ചു വന്നത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെ എങ്ങനെയാണ് സമീപിച്ചത്? ഇപ്പോൾ നമുക്ക് ഒരു അവാർഡ് നമുക്ക് വാങ്ങണമെങ്കിൽ പൊതുവെ രണ്ട് തരത്തിൽ നമുക്കൊരു ഡിസിഷൻ വേണം. ഒന്ന് സർക്കാരിന്റെ ഡിസിഷനാണ്. നമുക്കൊരു അവാർഡ് കോർപ്പറേഷന് കിട്ടിയാലും, പ്രത്യേകിച്ച് നമ്മളൊരു ഔദ്യോഗിക ചുമതല വഹിക്കുമ്പോൾ നമുക്ക് കിട്ടിയാലും, നമ്മൾ സർക്കാരിനെയും ഞാൻ പോയി വാങ്ങണമെങ്കിൽ പാർട്ടി മെമ്പർ ആയതുകൊണ്ട് തന്നെ പാർട്ടി ഏത് ഘടകത്തിലാണോ ആ ഘടകത്തെ ഞാൻ അറിയിക്കണം എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ പാർട്ടിയുടെയും സർക്കാരിന്റെയും അനുവാദം വാങ്ങിയിട്ടാണ് എവിടെ പോയിട്ടുണ്ടെങ്കിലും, പ്രത്യേകിച്ച് അവാർഡുകളാണെങ്കിലും വിദേശത്ത് യാത്ര ചെയ്യേണ്ടി വന്ന സന്ദർഭത്തിലുമൊക്കെ പാർട്ടിയുടെയും സർക്കാരിന്റെയും അനുവാദം വാങ്ങി മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരം കളിയാക്കലുകളെ ഞാൻ പ്രത്യേകിച്ച് ഒരു മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അവാർഡുകൾ സ്വാഭാവികമായിട്ടും പല NGO-കൾ തരുന്ന അവാർഡുകൾ ഉണ്ടല്ലോ. ഈ ലാസ്റ്റ് പറഞ്ഞ ഈ അവാർഡ് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്, രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന ചിത്രം മുന്നിലുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ അപ്പോഴൊന്നും ഇല്ലാത്ത വിമർശനം നമ്മുടെ നേരേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് ഞാൻ, അതായത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അങ്ങനെ അവാർഡ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അവാർഡ് നിർണയിച്ച അവാർഡ് നമുക്ക് തരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിനെയും പ്രത്യേകിച്ച് പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ പാർട്ടിയും അറിയിച്ചിട്ട് മാത്രമേ അവാർഡ് സ്വീകരിക്കാൻ പോലും കഴിയുള്ളൂ നമുക്ക്. അപ്പൊ അത് രണ്ട് ക്ലിയറൻസും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെയുള്ള ജനപ്രതിനിധി എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇനിയിപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരിക. ഇനിയിപ്പം തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ബാലസംഘത്തിൽ നിന്ന് DYFIയിൽ തന്നെ നമ്മൾ ഒരുപാട് സജീവമായി പ്രവർത്തിക്കുന്നതിന് മുന്നേ ഇതിലേക്ക് വന്നല്ലോ. ഇനി വരാൻ പോകുന്ന സജീവ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള ഒരു ആശങ്കയോ ആകുലതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ബാലസംഘം എനിക്ക് തോന്നുന്നൊരു ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പ്രവർത്തകയാണ്. വീട്ടിലെ ഞാൻ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി പറഞ്ഞ പോലെ വീട്ടിലെയൊക്കെ സാഹചര്യം വെച്ച് ഇന്നിപ്പം എൻ്റെ ചെറിയ കുഞ്ഞിനെ അച്ഛനും അമ്മയും പോകുന്നിടത്തെല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ട്, അവരുടെ കൂടെ ആയതുകൊണ്ട്. അപ്പൊ അതുപോലെയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം. എൻ്റെ ചേട്ടൻ്റെയും ജീവിതം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ SFIയിലായി. ബാലസംഘം സ്റ്റേറ്റ് ഭാരവാഹി ആവുമ്പോൾ തന്നെയാണ്, സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ SFI സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നു. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ആ നിലയിലുള്ള പ്രവർത്തനം, അത് മേയർ എന്നുള്ള വലിയ ചുമതല വഹിക്കുന്നത് കൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ചെറിയ ഇളവ് പൊതുവെ കിട്ടാറുണ്ട് നമ്മളൊരു ഔദ്യോഗിക ചുമതല വഹിക്കും. അല്ല, ആ സൗകര്യങ്ങൾ എന്നുള്ളതല്ല, സംഘടനാ പ്രവർത്തനം. അതെ 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 അല്ല, സംഘടനാ പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആർജവും മറ്റൊരു തരത്തിലാണ്. നമ്മളിപ്പോൾ ഇതിൽ ഒരു ഭരണ നേതൃത്വമായി അല്ലെങ്കിൽ ഒരു ഭരണകാര്യത്തിൽ ഇടപെടുന്നത് പോലെ
സംഘടനാപരമായി നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക. പിന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. നമുക്ക് ഏതെങ്കിലും സ്ഥാനമുള്ളപ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പദവി ഉള്ളപ്പോൾ മാത്രമല്ല ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ പഠിച്ചിട്ടുള്ള, പാർട്ടി പഠിപ്പിച്ചിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അപ്പോൾ DYFI ആയിരിക്കുമ്പോൾ യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാം, SFI ആയിരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാം. ഇന്ന് യുവജനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും CPM സംഘടനാ പ്രവർത്തനം അതിന്റെ പ്രവർത്തനം നടത്തി വരുമ്പോഴാണ് അതിൽ കുറച്ചുകൂടി നമുക്കൊരു പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ടല്ലോ. സംഘടനാപരമായ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ പല കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം. യുവാക്കളുടെ നിര വരണം, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എല്ലാത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറ്റ് പാർലമെന്ററി രംഗത്തും രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ സംഘടനാ തലത്തിലൊക്കെ യുവാക്കളുടെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഒരു പരാമർശിക്കപ്പെടാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം, അടുത്ത കാലത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് അവരും കോൺഗ്രസും നന്നായി ആഘോഷിച്ചതാണ് ഒരു യുവ നേതൃത്വം. ആ യുവ നേതൃത്വം മുഴുക്കെ ഒന്നിലധികം നേതാക്കൾ വലിയ തോതിൽ വിവാദങ്ങളിൽ, ആരോപണങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ. ഇത് യുവ നേതൃത്വത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ സാധ്യത എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും യുവജനങ്ങളായിട്ട് വരുന്നവരുടെ ഇപ്പൊ നമ്മുടെ ഭാഗത്തുൾപ്പെടെ നമ്മൾ നാടിന് കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് എപ്പോഴും. തുടർന്ന് യുവജനങ്ങളെ പല മേഖലയിലും പരിഗണിക്കണോ എന്ന് പോലും ആലോചിക്കുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ള മോഡലുകൾ, മാതൃകകൾ CPIM പോലുള്ള പ്രസ്ഥാനം മുന്നോട്ട് വെച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും അതിനുശേഷം വന്നിട്ടുള്ള ആ ട്രെൻഡ് പിടിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിലുമൊക്കെ യുവജനങ്ങളെ മത്സരിപ്പിക്കുന്ന ഒരു രീതിയിൽ പോലും പല ആളുകളും ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നത്. നമ്മൾ യുവജനങ്ങളായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും പൊളിറ്റീഷ്യൻസ് എപ്പോഴും വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും എപ്പോഴും ഒരു നിലവാരം പുലർത്തേണ്ടവരാണ് എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണല്ലോ ഇപ്പോൾ ചർച്ച പോകുന്നത്. ഇന്നലെ ഇന്നൊക്കെ നമ്മൾ അറിയുന്ന, നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഞെട്ടലോടുകൂടിയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യുവജനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വമായി നിൽക്കുന്നവർ, പൊതുരംഗത്ത് നിൽക്കുന്നവർ, അവർ ജീവിതത്തിൽ ഉൾപ്പെടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ എന്തുമായിട്ട് പിന്നെ ജനങ്ങളെ സേവിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വ്യക്തി ജീവിതത്തിൽ, അതാ ഞാൻ പറഞ്ഞത്, വ്യക്തി ജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്നതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, കുഞ്ഞിനോടുള്ള സ്നേഹം, നമുക്കൊരു ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഈ പൊതുവെ നമ്മളെ ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്ന് നമ്മളോടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു മനുഷ്യനോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞായിട്ട് പോലും നമുക്ക് തോന്നും പലപ്പോഴും. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകൾക്ക് ചില വീഡിയോയിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ ലാളിക്കാൻ തോന്നുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ സമീപകാലത്തൊക്കെ ചില വീഡിയോസ് കാണുമ്പോൾ അതിന്റെ താഴെ തന്നെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചിട്ടാണോ എന്നൊക്കെ പറയുന്ന ചില കമന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നിഷ്കളങ്കമായി കാണുന്ന ഒരു ബന്ധമാണല്ലോ ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും ഒരു കുഞ്ഞിന്റെ ഒരമ്മ എന്ന് പറയുമ്പോൾ, അമ്മ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഉദരത്തിൽ ജീവൻ എടുക്കുമ്പോൾ തൊട്ടാണ് അമ്മ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങുന്നത്. അപ്പം നമ്മൾ പൊതുവെ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു അറ്റാച്ച്ഡ് ആണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ പൊതുജീവിതത്തിൽ ഈ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ പാലിച്ചില്ല എങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തിലേക്കായിരിക്കും പിന്നെ പോകുക. തീർച്ചയായിട്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം എന്താണെന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ മറ്റുള്ളവരോട് നമ്മൾ നന്നായി പെരുമാറുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വളരെ ജെനുവിനായി ആ കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇതിപ്പോ എനിക്ക് തോന്നുന്നു നാഷണൽ ന്യൂസും അതിനപ്പുറമുള്ള ന്യൂസിലേക്കൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ പൊതുവേ ഈ യുവജനങ്ങളായി വരുന്ന ആളുകളെല്ലാം ഇങ്ങനെയാണോ എന്നുള്ളൊരു ആശങ്കയിലേക്ക്, ഇപ്പോ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആശങ്കയിലേക്ക് പൊതുവെ ഒരു എല്ലാത്തിനെയും കേന്ദ്രീകരിച്ച് അതിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊരു ശരിയായ നിലപാടല്ല. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു മൂല്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഇനി പൊതു സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കാണ്. ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇത്രയും നേരം ചെലവഴിച്ചതിൽ നന്ദി. താങ്ക് യു. അടുത്ത വീഡിയോയിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.